ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സത്യങ്ങളൊക്കെ നവി അറിഞ്ഞു. നവി അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നാലും നമ്മുടെ നയനയ്ക്ക് ഒരു നന്മ മരത്തിൻ്റെ ഒരു രൂപം തന്നെയാണ് ഇപ്പോഴും കേട്ടോ. നയനയ്ക്ക് മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമം തോന്നുകയാണെന്നും മുത്തശ്ശനെ കാണാൻ പോകണമെന്നും ഒക്കെ പറയുമ്പോൾ മുത്തശ്ശൻ തന്നെ അങ്ങോട്ട് പറയുകയാണ്, എന്നെ കാണാൻ വന്നു, ഇന്ന് നമുക്ക് സംസാരിക്കാൻ മോളേന്നൊക്കെ. അങ്ങനെ ഒരു നന്മ മരം തന്നെയാണ് കേട്ടോ ഇപ്പോഴും നയന. പക്ഷേ ഇതിൽ ശരിക്ക് കളിക്കുന്നത് നമ്മുടെ നവ്യ തന്നെയാണ് ശരിക്കും ഹീറോയിനായിട്ട് വരേണ്ടത്. അങ്ങനെ നവ്യ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പലവിധ കള്ളത്തരങ്ങളും അബിയുടെയും അതുപോലെ ഡേവിഡിൻ്റെയും കണ്ടുപിടിച്ച് അത് നന്ദുവിനെ അറിയിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് വിൽക്കുന്നതും ഒക്കെ നന്ദുവിനെ അറിയിച്ച് അങ്ങനെ അബിയെയും ഡേവിഡിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ പിടിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ദേഷ്യം അവർക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഗേന്ദ്രനും നന്ദുവിനോട് നല്ല ദേഷ്യമാണ്. കാരണം അവന്തിക സ്നേഹിക്കുന്നത് അനിയാണ്. അനിക്ക് പക്ഷെ നന്ദുവിനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഇല്ലായ്മ ചെയ്യണം, എന്നിട്ട് അനിയെ കൊണ്ട് അവന്തികയെ വിവാഹം കഴിപ്പിക്കണമെന്ന് നാഗേന്ദ്രയ്ക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കള്ളസ്വർണ്ണം എല്ലാം പിടിക്കുകയും അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുവഴി ജ്വല്ലറിക്ക് കോടികളുടെ നഷ്ടമാണ് നന്ദു ഉണ്ടാക്കുന്നത്. അപ്പം നന്ദുവിനെ അങ്ങ് തീർക്കാൻ തന്നെ നാഗേന്ദ്രയും അബിയും ഡേവിഡും കൂടെ തീരുമാനിക്കുക. അങ്ങനെ നന്ദുവിനെ കുടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നവ്യാണ് അവിടെ രക്ഷകയായിട്ട് എത്തുന്നത്. നവ്യ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയും നന്ദുവും കൂടി കാണാൻ പോകുമ്പം ഏത് സമയവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. ഇപ്രാവശ്യവും നന്ദു അനിയും കൂടെ പോകുമ്പോഴേക്കും അനിയുടെ വണ്ടി വേറൊരു സ്കൂട്ടറുമായിട്ട് ഇടിച്ചിട്ട് അനിക്ക് പോകാൻ പറ്റാതാവുകയാണ്. അങ്ങനെ സമയം അവിടെ അങ്ങ് പോവുക. അതേസമയം നമ്മുടെ നന്ദു അവിടെ വന്ന് അനിയെ നോക്കി നിൽക്കുമ്പോഴൊന്നും അനി വരാതെ ഇരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുക. അതിനുശേഷമാണ് നമ്മുടെ നന്ദുവിന് ചില പണികളൊക്കെ കിട്ടാൻ പോകുന്നത്. അങ്ങനെ അവർ അവിടെയും കാണുന്നില്ല. അതേസമയം ഒരു അകൽച്ച അവർ തമ്മിൽ വരികയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നവീനും കളിക്കുന്നുണ്ട് കേട്ടോ. നവീൻ ആണെങ്കിൽ നമ്മുടെ അനാമികയോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് കേസ് നീണ്ടു പോകാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ കളിക്കണം എന്നുള്ളത്. അനാമികയോട് പറയുന്നുണ്ട് കേസ് ഉടനെ ഒന്നും തീർപ്പാക്കരുത്, അതിന് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ ചോദിക്കണം എന്നുള്ള കാര്യം. ഇതിന് ശേഷം അനി പോയിട്ട് കാണുന്നുണ്ട് നവീനെ. എന്നിട്ട് നവീനോട് പറയാം, നവീനെ എത്രയും വേഗം എൻ്റെ കേസ് ഒന്ന് ഒഴിവാക്കി തരണം, അനാമിക ഒന്ന് ഒഴിവാക്കി തരണം, നീ വിചാരിച്ചാൽ നടക്കുമെന്ന് പറയുക. അപ്പം നവീൻ്റെ മനസ്സിൽ നന്ദു ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് നന്ദുവിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം കിടക്കുന്നുണ്ട്. അനിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി നവീൻ പറയുന്നുണ്ട്, അനി ഞാനെന്ത് ചെയ്യാനാ, അനാമിക അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് അവൾക്ക് കോമ്പൻസേഷൻ കിട്ടണം എന്നാണ് പറയുന്നത്. അത് കിട്ടാതെ അവൾ ഒരു കാര്യങ്ങൾക്ക് സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഇത് നീണ്ടു പോകുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നന്ദുവിനോടുള്ള ദേഷ്യം വെച്ച് അവരിയ്ക്കുന്നുമുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് നയനയ്ക്കൊരു മെസ്സേജ് ഇട്ടേക്കാം, നയനെ ഒന്ന് കാണാം, നയനമോൾ ഇങ്ങനെ വിഷമിക്കട്ടല്ലോ എന്നുള്ളത്. മുത്തശ്ശൻ നയനയ്ക്ക് മെസ്സേജ് ഇടാണ്, മോളെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ അടുത്ത് നീ എത്തണം, അവിടെ വെച്ച് മുത്തശ്ശന് മോളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ട്. മോള് വരുമ്പം ആദർശിനെ കൂട്ടിയിട്ട് വരരുത്, ആദർശില്ലാതെ ഒറ്റയ്ക്ക് വരണമെന്ന് പറയാം. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവണേ. മുത്തശ്ശൻ്റെ ഉള്ളിൽ ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം നയന ചിന്തിക്കുക, നാളെ രാവിലെ തന്നെ മുത്തശ്ശനെ കാണാൻ പോകണം, മുത്തശ്ശൻ പറഞ്ഞതല്ലേ അങ്ങോട്ട് ചെല്ലണമെന്ന്, അതുകൊണ്ട് പോകണം, ആരും അറിയണ്ട എന്ന് വിചാരിച്ച് അവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നയന ഇറങ്ങുമ്പോഴേക്കും എലിസബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെ പോവാ നയന മോളെ, എന്തിനാ ഇത്, തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, അത് ചേച്ചി മുത്തശ്ശനെ കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു എനിക്ക് വിഷമം. മുത്തശ്ശൻ ആദർശേട്ടനോടും എന്നോടും ഇങ്ങനെ ദേഷ്യമൊക്കെ വച്ച് പുലർത്തുന്നത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിരുന്നു. ഇതിപ്പം മുത്തശ്ശൻ പറഞ്ഞു ഒന്ന് കുടുംബക്ഷേത്രത്തിൽ ചെല്ലാൻ കാണണമെന്ന്. അപ്പം മുത്തശ്ശൻ്റെ മനസ്സിൽ എന്നോട് വെറുപ്പില്ലെന്നല്ലേ ആദർശേട്ടനോട്, പക്ഷേ ആദർശേട്ടനോട് എന്തോ പരിഭവം കാണിക്കുന്ന, അതുകൊണ്ട് ഞാൻ വരുന്ന വിവരം ആദർശേട്ടനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ എലിസബത്ത് പറയാം, അത് തന്നെ മൂർത്തി സാറ് പറയും, കാരണം മൂർത്തി സാറിനെ ഞാൻ മോളുടെ അവസ്ഥ അറിയിച്ചിരുന്നു, മോള് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് മൂർത്തി സാറ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അതെ ചേച്ചി, എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറയാം. അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ പോകാൻ പറ്റില്ല, ഞാനും കൂടെ വരാം, ആദർശ് മോൻ ഇതൊന്നും അറിയണ്ട, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മോള് പോയിട്ട് എന്താ സംഭവിച്ചത്, അതുപോലെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാനും കൂടി വരാം എന്ന് പറയാണ്. ശരി, ആരും അറിയണ്ട, ചേച്ചിയും കൂടെ വരാൻ പറയാണ്. അങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്ക് നയനയും എലിസബത്തും കൂടെ പോവാണ്.
അപ്പോൾ അവിടെ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. അവിടെ എലിസബത്ത് മാറി നിൽക്കുകയാണ്. മുത്തശ്ശനെ കാണുമ്പോൾ നയനെ ഓടിച്ചെന്നിട്ട് പറയാം, മുത്തശ്ശ എന്താ മുത്തശ്ശ ഇവിടെ വന്ന് നിൽക്കുന്നത്, നേരിട്ട് പറഞ്ഞൂടെ, എന്തിനാ ആദർശേട്ടനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ എനിക്കതൊക്കെ അറിയാം, പിന്നെ ഞാൻ ഈ അകൽച്ച നിങ്ങളോട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദർശിന് നമ്മുടെ ജ്വല്ലറിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം വേണം. അവൻ ആ തെറ്റുകാരെ കണ്ടുപിടിക്കണം, ഇതിൻ്റെയൊക്കെ പിറകിലുള്ളവരെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ട് നിർത്തണം. അതിനൊക്കെ അവൻ മുന്നിട്ടിറങ്ങണമെങ്കിൽ അവനെ ഒന്ന് വാശി പിടിപ്പിക്കണ്ടേ, അവനും തോന്നണ്ടേ അവനെ ചതിച്ചവരെ കണ്ടെത്തണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ അഭിനയിക്കുന്നത്, അതും വീട്ടിലുള്ളവരുടെ മുമ്പിലും അഭിനയിക്കുക തന്നെ ചെയ്യാണ്. പക്ഷെ മുത്തശ്ശൻ്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല മോളെ. മോൾ ഈ അവസ്ഥയിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ മുത്തശ്ശന് നല്ല പ്രയാസമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ചതിക്കുന്നവരെ നമ്മൾ കണ്ടെത്തണ്ടേ. വീട്ടിൽ തന്നെ നമ്മളെ ചതിക്കുന്നവരുണ്ട്, അവർ എൻ്റെ അഭിനയം കണ്ട് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുക. ഇനിയിപ്പോൾ അല്ലെന്നെങ്ങാനും അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുമെന്ന് പറയാം. അപ്പം നയന് പറയാം, മുത്തശ്ശ അനി ആ ഡീല് സ്വന്തമാക്കി, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ എനിക്ക് എല്ലാ വിവരങ്ങളും അറിയാം, മോളല്ലേ ആ ഡിസൈനൊക്കെ തയ്യാറാക്കി അനിക്ക് കൊടുത്തത്, അതുപോലെ തന്നെ ഈ കൊട്ടേഷൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള വിവരങ്ങളെല്ലാം അറിയിച്ച് അനിയെ ഇതിനൊക്കെ പ്രാപ്തനാക്കി വിട്ടത് ആദർശ് മോനാണെന്നുള്ള കാര്യം എനിക്കറിയാം, അല്ലാതെ അനിയുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയതല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അവനത് പറഞ്ഞപ്പം ഞാൻ അങ്ങനെ പ്രതികരിച്ചില്ലാന്നേ ഉള്ളൂ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മോളെ. മോൾ ഈ സമയത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത്, നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. എന്തായാലും അങ്ങനെയുള്ളവരെ ആദർശ് മോൻ തന്നെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ട് മോള് സമാധാനത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് നയനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ മുത്തശ്ശൻ. അതിനൊക്കെ ശേഷം നമ്മുടെ ഡേവിഡും അതുപോലെ അബിയും എല്ലാവരും കൂടി ഹോട്ടൽ റൂമിൽ ചേർന്നിരിക്കുകയാണ്. നാഗേന്ദ്രയും അവന്തികയും ഉണ്ട്, അബിയുമുണ്ട്, ഡേവിഡും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നാഗേന്ദ്ര പറയുന്നുണ്ട്, നമുക്ക് വന്ന നഷ്ടം ചെറുതൊന്നുമല്ല, വലിയ വലിയ നഷ്ടം തന്നെയാണെന്ന് പറയാം. അപ്പം ഉടനെ ഡേവിഡും പറയുക, ശരിയാണെന്ന് പറയാം. ആ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം എന്ന് പറയുന്നുണ്ട് നാഗേന്ദ്ര. അപ്പോൾ എന്താണെന്ന് അബി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് നമുക്ക് കുറച്ച് കള്ള സ്വർണം വരാനുണ്ട് എയർപോർട്ട് വഴി, ആ സ്വർണം നമ്മുടെ ജ്വല്ലറികളിലെത്തി ഓർണമെൻറ്റ്സ് ആക്കണം, അത് വിറ്റ് വേണം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ. നമുക്കിപ്പോൾ വന്ന ഈ വലിയ നഷ്ടം അത് നികത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതിനൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ശരിയാ സാറിനോട് ഞാനത് പറയാനിരിക്കുകയായിരുന്നു, നമുക്കിപ്പോൾ വന്ന ഒരു കനത്ത ആഘാതം തന്നെയാണ്, അതിൽ നിന്നൊന്ന് കര കയറണമെങ്കിൽ ഇങ്ങനെ ചില തരികിടകളൊക്കെ കാണിക്കാതെ പറ്റില്ല എന്ന് പറയുമ്പം അബി പറയാം, അതിനിപ്പോൾ എന്താ, ഇതൊക്കെ എനിക്ക് പുത്തരിയൊന്നും അല്ലെന്നേ, ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന സമയത്തും ചെറിയ തോതിൽ കള്ളസ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് ഓർണമെൻറ്റ്സ് ആക്കി ആരും അറിയാതെ വിറ്റു, അത് കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്, അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആണ്, എവിടുന്നാണ് എത്ര സ്വർണം വരുമെന്നൊക്കെ അച്ഛനങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഡേവിഡ് പറയാണ്, അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം, എന്തായാലും അടുത്ത ആഴ്ച അത് സംഭവിക്കും, അങ്ങനെ അത് നമ്മൾ കൊണ്ടുവന്ന് ഓർണമെൻറ്റ്സ് ആക്കി വിൽക്കും, അത് പക്ഷേ ഭയങ്കര രഹസ്യമായിരിക്കണം, പോലീസോ പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ തീർന്നു, എല്ലാം കൂടെ റെയ്ഡ് ചെയ്ത് അങ്ങ് പിടിച്ചെടുക്കും എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ കളസ്വർണ്ണവും ഫേക്ക് ഡയമണ്ടും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ഇത് ഓഫീസിലിരുന്ന് ജ്വല്ലറിയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഡേവിഡും അബിയും കൂടി. അപ്പോൾ നവ്യ അവിടെ വെളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. നവ്യ ഇവരുടെ സംഭാഷണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ചോർത്തി ആദർശിന് കൊടുത്ത് ഇവരുടെ പണികളെല്ലാം പൂട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നവ്യ. അപ്പോഴാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓർണമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ പറയാണ്. ആ ഡിസൈൻസൊക്കെ മാളവിക ചെയ്ത ഡിസൈൻസൊക്കെ നല്ലതായിരുന്നു, പക്ഷേ മാളവികയെ ഞാൻ കുറച്ചൊക്കെ വഴക്ക് പറഞ്ഞു എന്ന് അബി പറയുക. അപ്പം ഡേവിഡ് ചോദിക്കുക, അല്ല മാളവികയുടെ ഡിസൈനുകളൊന്നും ഈ കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഡീല് കിട്ടിയേനെ എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതൊന്നും സാരില്ല സാറേ, ഇനിയിപ്പം നമുക്ക് ആ ഡയമണ്ട്സ്, ആ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് മാളവികയുടെ ഡിസൈൻ വെച്ച് ഉണ്ടാക്കി വിൽക്കുന്നുണ്ടല്ലോ, ആ പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ, അവൾ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് തരട്ടെ, അതുകൊണ്ട് പതുക്കെ ഒന്നും മിണ്ടാതൊക്കെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അതെ അവളെ അങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്നുമില്ലേലും നല്ലൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിയ്ക്കാം. ഇതൊക്കെ നമ്മുടെ നവ്യ വെളിയിൽ നിന്ന് വാതിലിൻ്റെ സൈഡിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് പറയുന്നത്, മറ്റേ ആ സ്വർണം വരുന്നുണ്ട്, ആ എയർപോർട്ട് വഴി വരുന്നുണ്ട്, നാളെ തന്നെയാണ് അത് വരുന്നത്, നമ്മുടെ ആളുകളാണ് അത് കളക്ട് ചെയ്യുന്നത്, 2-3 പേരായിട്ടാണ് അത് കളക്ട് ചെയ്ത് 2-3 റൂട്ടിൽ കൂടിയാണ് വരുന്നത്, എവിടെയോ ഒരു റെയ്ഡ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ 3 റൂട്ടിൽ കൂടിയാണ് വരുന്നത് എന്ന് പറയുകയാണ് കേട്ടോ.
അത് നവ്യ കേട്ടോണ്ട് നിൽക്കുകയാണ്. കേട്ടോണ്ട് നിൽക്കുമ്പം ഉടനെ തന്നെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കൊള്ളാം ഇവന്മാർ കള്ള സ്വർണം എയർപോർട്ട് വഴി വരുന്നത് ജ്വല്ലറിയിലേക്ക് എത്തിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും പോലീസിനെ ഇൻഫോം ചെയ്യണം, ഇത് റെയ്ഡ് ചെയ്യിപ്പിക്കണം. ഇവന്മാർ ഇത് കൊണ്ട് ജീവിക്കരുത്, അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ നോക്കരുത് എന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ നവ്യ ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ ഇതൊക്കെ പറഞ്ഞ് പ്ലാനെല്ലാം പറയുകയാണ് അബിയും ഡേവിഡും കൂടെ. അതെല്ലാം നവ്യ കേട്ടോണ്ടും ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നവ്യക്ക് അത് ആദർശിനെ അറിയിക്കേണ്ട താമസമേ ഉള്ളൂ. അതേസമയം നമ്മുടെ അവന്തികയാണെങ്കിൽ അനിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനിയോട് പറയുന്നുണ്ട്, ഭയങ്കര കൂളായിട്ട് അനിയോട് സംസാരിക്കുകയാണ്. അനിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ് കേട്ടോ, ആ ഡീല് സ്വന്തമാക്കിയതിന്. അനിയേട്ടനെ കൊണ്ടേ ഇത് പറ്റുള്ളൂ. എന്തായാലും അനിയേട്ടൻ MD ആയിട്ട് ഇരുന്നതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡീല് സ്വന്തമാക്കിയതിൽ കൺഗ്രാറ്റുലേഷൻസ്, വളരെ നന്നായിട്ടുണ്ട് അനിയേട്ട എന്നൊക്കെ പറഞ്ഞങ്ങ് പുകഴ്ത്തുവാണ് കേട്ടോ അവന്തിക. അപ്പോൾ അനി പറയുന്നുണ്ട് താങ്ക് യു എന്നൊക്കെ പറയുകയാണ്. സാധാരണ പറയുന്ന പോലെ തന്നെയൊക്കെ പറയുകയാണെങ്കിലും അവന്തിക അപ്പോൾ പറയുകയാണ്, അനിയേട്ടൻ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയാം. അപ്പോൾ അനിക്ക് വീണ്ടും മനസ്സിലാവുന്നില്ല. അനി പറയാണ്, അനിയോട് പറയുന്നുണ്ട് ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാമായിരുന്നു അല്ലേന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് എന്ത് പാർട്ടി, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനൊരു പാർട്ടി കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് അതാരാ ഫ്രണ്ട്, നവീനേട്ടനാണോ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട് അല്ല നവീനല്ല, വേറൊരു ഫ്രണ്ടാണ്. അല്ല നിനക്കറിയായിരിക്കും ഞാൻ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി എന്ന് പറയുമ്പം അവന്തിക ചോദിക്കുക അതാരാ അങ്ങനെ ഒരു പെൺകുട്ടി, അനാമികയെ വിവാഹം കഴിച്ചതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുക അതൊരു വലിയ കഥ തന്നെയാണ്. അന്നും ഇന്നും എന്നും ഒക്കെ നന്ദു മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അവന്തികയെ. ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ല, ഇവിടെയും അവിടെയും. അങ്ങനെ നന്ദുവും ഞാനും തമ്മിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ ഏടത്തിമാരെയും എൻ്റെ ഏട്ടന്മാരെയൊക്കെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത്. എന്തായാലും നന്ദുവിന് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും അവന്തിക ഞെട്ടിപ്പോവാണേ. അവന്തികയ്ക്ക് നല്ല ദേഷ്യം വരെ, ഇവൻ ഇപ്പോഴും നന്ദുവിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഓർത്തിട്ട്. ഉടനെ തന്നെ അവന്തിക പറയുക അനിയേട്ടാ അതൊക്കെ അങ്ങ് വിട്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ, അതിന് നല്ല പ്രപ്പോസലൊക്കെ അനിയേട്ടന് വരുമല്ലോ, പിന്നെ ഇനി നന്ദുവിനെ ചിന്തിച്ച് എന്തിനാ വെറുതെ ആ മൊട്ടേച്ചി പോലീസുകാരി എന്നൊക്കെ പറയാം. അപ്പോൾ അനി പറയാം അതെ അവന്തികെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയും നന്ദുവാണ്, അവളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊന്നും സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറയാം. അപ്പോൾ തന്നെ അവന്തികയ്ക്ക് അങ്ങ് സങ്കടം വരുവാണെങ്കിൽ അനിയെ കെട്ടാനിരിക്കുകയാണല്ലോ. അപ്പോൾ അവന്തികയെ താല്പര്യമില്ല എന്ന് മനസ്സിലായി, നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. നേരെ അച്ഛൻ്റെ അടുക്ക ചെന്നിട്ട് അച്ഛനോട് പരാതി പറയാണ് അവന്തിക. അച്ഛൻ ആലോചിച്ച രണ്ടെണ്ണവും നടക്കാൻ പോകുന്നില്ല. ആദ്യം എനിക്ക് മോഹം തന്നു നവീനായിട്ട് മറ്റുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറഞ്ഞ്, പക്ഷേ അയാൾക്കും നന്ദോനെയാണ് ഇഷ്ടം, അയാൾക്കും മറ്റൊരു പെണ്ണിനെയാണ് ഇഷ്ടം, എന്നോട് താല്പര്യമില്ല. ഇപ്പോൾ ദേ അനിയേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറഞ്ഞു. ഞാൻ കുറേയൊക്കെ ആഗ്രഹിച്ചു പോയി മനസ്സിൽ, പക്ഷേ ദേ ഇപ്പം അങ്ങേർക്കും നന്ദുവിനെ വിവാഹം കഴിച്ചാൽ മതിയെന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ, നിന്നോട് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുക നാഗേന്ദ്ര. അപ്പോൾ പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നന്ദുവിനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അന്നും ഇന്നും ഒക്കെ നന്ദു മാത്രമേ അനിയേട്ടൻ്റെ മനസ്സിലുള്ളൂന്നും. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ, ഞാൻ ഇനി അയാളെ പിടിച്ച് വിവാഹം കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ വെച്ചാൽ അതും പൊട്ടിപ്പോയല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നാഗേന്ദ്ര പറയാം മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പം അവന്തിക പറയുന്നുണ്ട് പരിഹാരം ഒന്നേ ഉള്ളൂ, ആ നന്ദുവിനെ ഇല്ലാതാക്കണം, അതിന് അച്ഛൻ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാം അതെ എൻ്റെ മോക്ക് ഇനി ഒരു വിഷമം കൂടി ഉണ്ടാകാൻ പാടില്ല, മാർത്തവുമല്ല അനന്തപുരിയിലെ സ്വത്തുക്കൾ നിൻ്റെ കൈ വരണമെങ്കിൽ അനിയെ നീ വിവാഹം കഴിക്കണം, അതിനുവേണ്ടി നന്ദുവിനെയല്ല ആരെ വേണേലും ഇല്ലാതാക്കാൻ ഈ അച്ഛൻ തയ്യാറാണെന്ന് പറയുകയാണ്. അപ്പോൾ അവന്തിക ഹാപ്പിയാകുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്വർണത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്പിയാണെങ്കിൽ ഫ്രണ്ട് വഴിയിട്ട് ആദർശിന് മെസ്സേജ് ഇടുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആദർശാണെങ്കിൽ അത് നന്ദുവിനെ അറിയിക്കുകയാണ്. നന്ദു ആ സമയത്ത് റെഡി ചെയ്യുകയാണ്. വണ്ടിയിൽ കടത്തിക്കൊണ്ടുവരുന്ന കള്ള സ്വർണം വഴി വെച്ച് തന്നെ പിടിക്കുകയാണ് ചെയ്യുന്നത്. കോടികളുടെ നഷ്ടമാണ് കേട്ടോ നാഗേന്ദ്രയ്ക്ക് അവൻ ഡേവിഡിനും അതുപോലെ അബിക്കും ഒക്കെ ഉണ്ടാകുന്നത്. അവരൊക്കെ തകർന്നടിഞ്ഞു പോവാണ് നന്ദു ഇങ്ങനെ ചെയ്തപ്പോൾ. അത് പോരാന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സും റെയ്ഡ് ചെയ്തെടുക്കുകയാണ് നന്ദു. ഈ വിവരങ്ങളെല്ലാം നവ്യാണ് ചോർത്തി കൊടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇവരാകെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണ്. ഇവരെല്ലാവരും കൂടി നിന്ന് സംസാരിക്കുക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇതിനൊക്കെ നന്ദുവിനെ ആരറിയിക്കുന്നു, പോലീസിനെ അറിയിക്കുന്ന ആരായിരിക്കും, നമ്മുടെ കൂടെ നിന്ന് ആരോ ഇത് ചതിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്.
അപ്പം അബിയെയും ഡേവിഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം നാഗേന്ദ്രൻ ഒരു തീരുമാനം എടുക്കുക, അബിയും ഡേവിഡും ജാമ്യത്തിൽ ഇറങ്ങട്ടെ, അതിനുശേഷം ആ നന്ദുവിനെ ഇല്ലായ്മ ചെയ്യും. അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. എൻ്റെ മോളുടെ ജീവിതത്തിനും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിനും എല്ലാം തടസ്സമായിട്ട് അവൾ ഉണ്ടാവാൻ പാടില്ല. അവളെ ഈ നാഗേന്ദ്ര ഇല്ലാതാക്കും. ഒരുപാട് കളികൾ കളിച്ച് വന്നവനാ നാഗേന്ദ്ര എന്നൊക്കെ പറയുക. അങ്ങനെ അബിയും ഡേവിഡും അറസ്റ്റ് ചെയ്ത് പോയിട്ട് ജാമ്യത്തിൽ വന്നു കഴിയുമ്പോഴേക്കും അവർ തീരുമാനിക്കുകയാണ് നന്ദുവിനെ ഇല്ലാതാക്കാൻ. അങ്ങനെ ഒരു ദിവസം നന്ദു രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ നന്ദുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നന്ദുവിന് ഒരു മെസ്സേജ് ഇടുകയാണ്. എങ്ങനെയെങ്കിലും നന്ദുവിനെ എവിടെയെങ്കിലും എത്തിച്ചിട്ട് വേണം തട്ടിക്കൊണ്ടുവന്ന് കൊന്നു കളയാൻ എന്നാണ് ഡേവിഡിൻ്റെയും ആബിയുടെയും പക്ഷം. അതിനുവേണ്ടി അവർ തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് നന്ദുവിന് ഒരു മെസ്സേജ് ഇടുകയാണ്. ഒരു വെപ്രാളപ്പെട്ട് ഇടുന്ന പോലെ ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് നന്ദുവിന് ചെല്ലുകയാണ്. ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കുറച്ച് പേര് കൂടി തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേഡം അവിടെ എത്തി രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ് കേട്ടോ നന്ദുവിന് ഇടുന്നത്. ഇത് ഇവരുടെ ട്രാപ്പായിരുന്നു. ഇവർ ഓഫീസിൽ നിന്ന് ഈ മെസ്സേജ് ഇടാൻ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നതും അതിനുശേഷം മെസ്സേജ് ഇടുന്നതും ഒക്കെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അബിയും ഡേവിഡും കൂടി അവിടെ നിന്ന് പറയുന്നത് നവ്യ കേൾക്കാണ്. ഇതോടുകൂടി അവളുടെ പണി തീരും. മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് നന്മമരം കളിക്കുന്നുണ്ട് അവൾ ഒരു SI ആയതുകൊണ്ട് ഈ ലോകം അങ്ങ് കീഴടക്കിയെന്ന് അവളുടെ വിചാരം. അതുപോലെ തന്നെ അന്ന് അനന്തപുരിയിൽ വെച്ച്, അതായത് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് എന്നെ അവൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ലോക്കപ്പിലിട്ട് അവൾ തല്ലിച്ചതച്ചു. നവ്യ ചെന്ന് പറഞ്ഞിട്ട് പോലും അവൾ എന്നെ വിട്ടയച്ചില്ല. അന്ന് അവൾ എന്നെ ഉപദ്രവിച്ചതിൻ്റെ കണക്ക് എനിക്ക് തീർക്കാനുണ്ടായിരുന്നു. പിന്നെയും ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇത് എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതേ അബിസാറേ, നമുക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് അവൾ കാരണം. ആ സ്വർണ്ണം പിടിച്ചെടുക്കുകയും ഡയമണ്ടുകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് എന്തുമാത്രം നാണക്കേടുണ്ടായി. നമ്മുടെ ജ്വല്ലറികളുടെ പേരും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അതുപോലെ തന്നെ കോടികളുടെ നഷ്ടവും. ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ്. അത് മാത്രമല്ല, വേറെ ചില കാര്യങ്ങളുണ്ടെന്ന് അബിസാറിന് അറിയാമല്ലോ അവളെ തീർക്കാൻ. അവളെ അങ്ങ് തീർത്ത് വിടണം എന്ന് പറയാണ്. അപ്പോൾ അബി പറയാ, ശരിയാ, അവളെ അങ്ങ് തീർത്ത് വിടണം. അവളുടെ അനിയത്തി SI ആണെന്നുള്ള ഒരു അഹങ്കാരമുണ്ട്. പിന്നെ ആ കനകയും ഗോവിന്ദനും അവരും എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചു അവരുടെ മകളെ ഓർത്ത്. എല്ലാവരും കരയണം നാളെ. അതിന് നമുക്കിന്ന് അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഡേവിഡ് പറയാ, ശരിയാ അബിസാറെ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അവളിപ്പോൾ നമ്മുടെ ട്രാപ്പിൽ വീഴും. നമ്മുടെ ആൾക്കാർ അവിടെ വല വിരിച്ചിട്ടുണ്ട്. എന്തായാലും അവളെ കിട്ടിയ അവളോട് കണക്കുകൾ എണ്ണി പറഞ്ഞു വേണം സാറേ തീർക്കാൻ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അതെ, എനിക്ക് കുറച്ച് കണക്ക് അവളോട് പറയാനുണ്ട്. അവൾ ആദർശനെ സ്നേഹിക്കുകയും എന്നെ അവൾ വെറുക്കുകയും ചെയ്തു. മാത്രമല്ല ഒരുപാട് ഉപദ്രവങ്ങൾ അവൾ എന്നോട് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കും അവന്തികയ്ക്ക് പോലും അവൾ ഒരു തടസ്സമാവരുത് എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങുമ്പം നവ്യ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതെന്താ സംഭവം? നവ്യ ഓർക്കാണ് നന്ദുവിനെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. നന്ദുവിനെ അവർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ചതിയന്മാരെ അവളെ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞ് നവ്യയ്ക്ക് ആകെ വിഷമാവുക. ആരോടാ ഇത് വിളിച്ച് ഞാൻ പറയുക? ആദർശേട്ടനോട് പറയണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അതേസമയം നന്ദുവിനെ അവളെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. നന്ദുവിന് ഈ മെസ്സേജ് വന്നതനുസരിച്ച് നന്ദു ലൊക്കേഷനൊക്കെ നോക്കി അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും രാത്രി സമയമാണ്. ഒരു ഗോഡൗണിലാണ് ചെല്ലുന്നത് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് നന്ദു ഗോഡൗണിൽ കയറി തോക്കൊക്കെ എടുത്തിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. അപ്പോൾ പുറകിൽ നിന്ന് രണ്ടുപേര് വന്ന് നന്ദുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കസേരയിലിട്ട് കെട്ടിയിടുകയാണ് കേട്ടോ. കെട്ടിയിട്ട് കഴിയുമ്പോഴേക്കും നന്ദു ബഹളം വയ്ക്കുന്നുണ്ട്. ആരാടാ നിങ്ങൾ എന്താടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്മാർ പറയാം, അതെ മേഡം, സോറി, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കിട്ടിയതാ. മേഡത്തിനെ ദേ ഇവിടെ എത്തിച്ച് ഈ കസേരയിൽ ഒന്ന് കൊണ്ടിട്ട് കെട്ടിയിടണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബോസ് വന്നു കഴിയുമ്പം തീരുമാനിക്കും. അവർ മേഡത്തിനെ അങ്ങ് തട്ടിക്കളയാനുള്ള തീരുമാനമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയാം. നിങ്ങൾക്കറിയില്ല ഞാൻ ആരാന്ന്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടത്? ചതിയിലൂടെയാണോടാ മനുഷ്യനെ? അതെ, ആരാ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് വാ തുറന്ന് പറയടാന്ന് നന്ദു പറയാം. അതെ, ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. അവരിപ്പോൾ ഇവിടെ എത്തും. അപ്പം മേഡം തന്നെ നേരിട്ട് കണ്ടാൽ മതി എന്ന് പറയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഡേവിഡും അബിയും അവിടെ എത്തുകയാണ്. അവർ വരുന്ന കണ്ടപ്പോൾ ശരിക്കും നന്ദു ഞെട്ടിപ്പോവാണ് കേട്ടോ. ഡേവിഡും അതുപോലെ തന്നെ അബിയും കൂടെ ഒന്നിച്ച്. അബിയെ കാണുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത്. അപ്പോൾ അബി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരിക, ആഹാ, SI നന്ദു ആണോ ഇരിക്കുന്നത്? അല്ല, നന്ദു മേഡത്തിന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് സന്തോഷമായോ? ഒന്നല്ല, പല പ്രാവശ്യം നീ എന്നെ ചതിച്ചിട്ടുണ്ടേ. ഇല്ലേ, നേരത്തെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് ജയിലിലിട്ട് തല്ലി ചതച്ചില്ലേ നീ? ഞാൻ ഏതാണ്ട് മഹാ അപരാധം ചെയ്തതുപോലെ ജയിലിലിട്ട് ചതച്ചില്ലേ? അത് നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ? നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ചിന്ത പോലും നിനക്കുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അബി അലറുകയാണ്. അപ്പോൾ ഡേവിഡും പറയാം, മോളെ,
നീ ആ സ്വർണ്ണമൊക്കെ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോഴേ ഞങ്ങൾ ജ്വല്ലറിക്കാർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെ നഷ്ടം ഉണ്ടാക്കിയ ഒരാളെ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം ജ്വല്ലറിക്കില്ല. അതുകൊണ്ട് നിന്നെ അങ്ങ് തീർത്തേക്കാന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിചാരിച്ചു എന്ന് പറയാം. അബി, വേണ്ടാത്ത ഒന്നും ചെയ്യരുത് എന്ന് പറയാണ്. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നന്ദു പറയാം. എന്ത് വില വേണേലും ഞങ്ങൾ കൊടുത്തോളാം, നീ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കെ, നിന്റെ സമയമാകുമ്പോൾ നീ തീരും, നിന്നെ അന്വേഷിച്ച് ഒരു പോലീസും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്നൊക്കെ അബി പറയാം. അതേസമയം നമ്മുടെ നവ്യാണെങ്കിൽ ഈ സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നവ്യ വിചാരിക്കാൻ, ദൈവമേ ഇപ്പോൾ അവന്മാർ അവിടെ ചെല്ലും, നന്ദുവിനെ ദ്രോഹിക്കും. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇപ്പോൾ അറിയിക്കാൻ പറ്റുന്നത് ആരെയാണെന്ന് വെച്ചാൽ നവീനെ അറിയിക്കാം എന്ന് പറഞ്ഞ് നവീനെ ഉടനെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. മറ്റേ കൂട്ടുകാരി വഴി നവീനെ അറിയിക്കുക. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, എന്ത് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയെന്നു? അതെ, നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാ ഡേവിഡും അബിയും ചേർന്നിട്ടാണ് ചെയ്തത്. ഇന്ന സ്ഥലത്ത് ഗോഡൗണിൽ അവരുണ്ട്, അവിടെ ഉടനെ ചെന്ന് രക്ഷിക്കണം, പോലീസുമായിട്ട് ഉടനെ അവിടെ ചെല്ലണം എന്ന് പറയാണ്. അപ്പോൾ ഇതിനു മുമ്പും നവീൻ ഇങ്ങനെയുള്ള കോളുകളൊക്കെ വന്നിട്ടുള്ളതെന്ന് നവീൻ പറയാം. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അല്ല, സത്യമാണെന്ന് പറയാണ്. അങ്ങനെ നവീൻ ഉടനെ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. പക്ഷേ ഫോൺ അടിക്കുന്നുണ്ടെങ്കിലും നന്ദുവിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഫോൺ മാറിയിരുന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അഭി നോക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ, നവീനാണ് നിൻ്റെ രക്ഷകൻ, അവനായിരിക്കും അവൻ വിളിക്കുന്നത്. കഴിഞ്ഞ തവണ നിന്നെ രക്ഷിച്ച് കോടതിയിൽ നിന്ന് ഇറക്കിയത് അവനല്ലേ, ഇനിയിപ്പം ഈ പ്രാവശ്യവും നിന്നെ രക്ഷിക്കാനായിരിക്കും അവൻ്റെ പണി. എന്തായാലും അവിടെ ഇരുന്ന് അടിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേസമയം ഉടനെ തന്നെ ആ ലൊക്കേഷൻ നോക്കിയിട്ട് നവീൻ പോലീസുകാരെയും കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. അവിടെ വരുമ്പോഴേക്കും ഒരു നവീൻ എന്ന് കാണുമ്പം അബിയും ഡേവിഡും കൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദുവിനെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമാണ് കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. നന്ദുവാണെ പേടിച്ചാരണ്ട് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നവീൻ ഇടിച്ചു കയറി വരിക, നിർത്തടാന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ അബി തിരിഞ്ഞു നോക്കുമ്പോൾ നവീനും കുറേ പോലീസുകാരും ഉടനെ തന്നെ പോലീസുകാരെല്ലാവരും കൂടി വന്ന് ഈ ഗുണ്ടകളെയെല്ലാം കീഴ്പ്പെടുത്തി അബിയെയും ഡേവിഡിനെയൊക്കെ കീഴ്പ്പെടുത്തി. എന്നിട്ട് അവരെല്ലാം വിലം കണിയിച്ച് നിർത്താൻ നമ്മുടെ പഴയ ASI ഒക്കെ ഉണ്ട്. അപ്പോൾ ASI വന്നിട്ട് നന്ദു മേഡം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നന്ദു ഇങ്ങനെ ഇരിക്കുക. നന്ദു പറയാം, എൻ്റെ കൈ നഴിക്കുന്നു പറയാണ്. പെട്ടെന്ന് തന്നെ നവീൻ അവിടെ ഇരുന്ന് കസേരയിൽ ഇരിക്കുന്ന നന്ദുവിൻ്റെ കെട്ടൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ എണീറ്റ് നിൽക്കുക. നവീൻ കെട്ടൊക്കെ അഴിക്കുന്നുണ്ട്. ASI ഉണ്ട്. മറ്റവരെയെല്ലാം പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു തിരിഞ്ഞ് നിന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, കണ്ടോടാ, ഇനിയിപ്പം ലോക്കപ്പിൽ കിടക്കാം, ഇനി ഒരിക്കലും നീയൊന്നും പുറം ലോകം കാണുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.